എല്ലുമുറിയെ പണിയെടുത്ത പല്ലുമുറിയെ തിന്നാന്നാണല്ലോ. അതായത് തിങ്കൾ തൊട്ട് വെള്ളി വരെയൊക്കെ നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത ശനി ഞായർ നമുക്ക് സുഖിക്കാം. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അടുത്തുള്ളൊരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നല്ല മഴക്കാറ് ചെയ്തിട്ട് മഴ പെയ്യുകയും ചെയ്തു. പിന്നെ ഇവിടെ ചിലരുടെയൊക്കെ കഠിനമായ പ്രാർത്ഥന കൊണ്ടോ എന്തോ മഴ ഇങ്ങനെ പെയ്യാണ്ട് മൂടിക്കെട്ടി തന്നെ നിന്നു. ഞങ്ങൾ എന്തായാലും പിന്നെ ഓട്ടോ വിളിച്ച് അടുത്തുള്ള പാർക്കിൽ പോയി. പാർക്കിൽ പോയി കഴിഞ്ഞപ്പോൾ ഓൾറെഡി മഴ പെയ്ത കാരണം കൊണ്ട് കുറച്ച് തെന്നിയും വെള്ളമൊക്കെ ഇട കിടക്കണേ. അതുകൊണ്ട് തന്നെ പാർക്കിലത്തെ കളി എന്ന് പറഞ്ഞ അവസാനം വെള്ളത്തിൽ കളി പോലെയായി. ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെപ്പാടെ ഒരു ഇതായിരുന്നു. എന്നാലും കുഴപ്പമില്ല, മോള് നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ അവൾ കളിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പാർക്കിൽ കൂടെ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കാരണം മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടി നിൽക്കണു. അപ്പോൾ നല്ല കാറ്റും തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ദേഹം അനങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശക്കുമല്ലോ. അപ്പോൾ മോക്കും വിശക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ തന്നെ കയറി കട്ട്ലറ്റും നെയ് റോസ്റ്റും ദോശയും മസാല ദോശ കേട്ടോ പറഞ്ഞത്. ഇവർ ഈ ബീട്രൂട്ട് ഉള്ളിൽ വെക്കുന്നത് നിർത്തിയിട്ട് പുറത്ത് സോസായിട്ട് തരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സോസ് എന്ന് പറഞ്ഞാൽ തന്ന സാധനം ബീട്രൂട്ടിൻ്റെ എന്തോ കലക്കിയ വെള്ളം പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അത് ഇവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസ് മാത്രമാണ് ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വിശപ്പുള്ളതുകൊണ്ട് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് പറയുന്നില്ല, കഴിച്ചിട്ട് പോന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്ക് 2 ചെടി വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അമ്മമാരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ നടത്തി കൊടുക്കണം എന്നാണല്ലോ. പക്ഷേ ചെന്ന് കയറിയപ്പോൾ അവിടെ കറണ്ടില്ലായിരുന്നു. അപ്പോൾ ഇരുട്ടത്ത് ചെടി തപ്പി ഞങ്ങൾ അതുകൊണ്ട് ആകെ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഒരെണ്ണം കുറച്ച് തൈയും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.